ഡൊണാൾഡ് ട്രംപിന്റെ അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തിരിച്ചുവരവും അദ്ദേഹത്തിന്റെ നയങ്ങളും ആഗോള രാഷ്ട്രീയ ക്രമത്തെ തന്നെ മാറ്റിയിരിക്കുകയാണ്. അമേരിക്ക ഫസ്റ്റ് എന്ന മുദ്രാവാക്യത്തിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന അപകടങ്ങളെക്കുറിച്ച് ഇന്ത്യയിലെ ഏറ്റവും മികച്ച നയതന്ത്രജ്ഞരിൽ ഒരാളായ ശശി തരൂർ MP ഇവിടെ മുന്നറിയിപ്പ് നൽകുകയാണ്. അന്താരാഷ്ട്ര നിയമങ്ങളെക്കാൾ ഉപരിയായി ശക്തിയുള്ളവൻ പറയുന്നത് നിയമം എന്ന ട്രംപിന്റെ നയം ലോകത്തെ എങ്ങോട്ടാണ് നയിക്കുന്നത്? ഇറാനെതിരെയുള്ള ട്രംപിന്റെ നിലപാടുകൾ കേവലം ഒരു രാജ്യത്തോടുള്ള ശത്രുതയല്ല, മറിച്ച് ഗൾഫ് മേഖലയിലെ സമാധാനത്തെ തന്നെ അത് തകർക്കുന്ന ഒന്നാണ്. വെനിസ്വേലയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ അവിടുത്തെ എണ്ണ സമ്പത്തിന്റെ മേൽ അമേരിക്കൻ കമ്പനികൾക്ക് നിയന്ത്രണം നൽകാനുള്ള നീക്കം ആധുനിക കാലത്തെ ഒരു അധിനിവേശത്തിന് തുല്യമാണെന്ന് തരൂർ നിരീക്ഷിക്കുന്നുണ്ട്. ജനാധിപത്യം സംരക്ഷിക്കാൻ എന്ന പേരിൽ ഇറങ്ങുന്ന അമേരിക്ക യഥാർത്ഥത്തിൽ സാമ്പത്തിക ലാഭം മാത്രമാണ് ലക്ഷ്യമിടുന്നത്. മനുഷ്യാവകാശങ്ങളെ കുറിച്ചുള്ള വാഷിംഗ്ടണിന്റെ പ്രസംഗങ്ങൾ വെറും പൊള്ളയാണെന്ന് വെനിസ്വേലൻ പ്രതിസന്ധി തെളിയിക്കുന്നുമുണ്ട്. അമേരിക്കയുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ പോലും ഇന്ന് ട്രംപിനെ ഭയക്കുകയാണ്. ഗ്രീൻലാൻഡ് വാങ്ങാനുള്ള ട്രംപിന്റെ താല്പര്യം കേൾക്കുമ്പോൾ തമാശയായി തോന്നാം. എന്നാൽ ഇത് നാറ്റോ പോലുള്ള പ്രതിരോധ സഖ്യങ്ങളിൽ വിള്ളലുകൾ വീഴ്ത്തുന്നുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങളുമായുള്ള അമേരിക്കയുടെ ബന്ധം വഷളാകുന്നത് ആഗോള സുരക്ഷയെ ബാധിക്കും. പഴയ കാലത്തെ പോലെ തങ്ങളുടെ താല്പര്യങ്ങൾ മാത്രം സംരക്ഷിക്കുന്ന ഒരു ഏകപക്ഷീയമായ ലോകക്രമത്തിലേക്കാണ് ട്രംപ് വാതിൽ തുറക്കുന്നത്. ഇത് ലോകത്തെ കൂടുതൽ അസ്ഥിരമാക്കുമെന്ന കാര്യത്തിൽ ശശി തരൂരിന് സംശയമില്ല. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ട്രംപിന്റെ നയങ്ങൾ ഒരു കനത്ത വെല്ലുവിളിയാണ്. റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിക്ക് മേൽ 500% വരെ നികുതി ഏർപ്പെടുത്തുമെന്ന ഭീഷണി നമ്മുടെ സാമ്പത്തിക ഭദ്രതയെ തകർക്കും. റഷ്യയുമായി വർഷങ്ങളായുള്ള ബന്ധം ഉപേക്ഷിക്കാൻ ഇന്ത്യയെ നിർബന്ധിക്കുന്ന തരത്തിലാണ് വാഷിംഗ്ടണിൽ നിന്നുള്ള നീക്കങ്ങൾ. ക്വാഡ് സഖ്യത്തിന്റെ ഭാവി പോലും ഇപ്പോൾ ചോദ്യചിഹ്നമാണ്. ഇൻഡോ പസഫിക് മേഖലയിൽ ചൈനയുടെ സ്വാധീനം വർദ്ധിക്കുമ്പോൾ അമേരിക്കയുടെ പിന്മാറ്റം ഇന്ത്യക്ക് വലിയ തിരിച്ചടിയാകും. അതുപോലെ ഇത്തരം സങ്കീർണമായ അവസ്ഥയിൽ ഇന്ത്യയുടെ വിദേശ നയം അതിശക്തമായ രീതിയിൽ മാറ്റി എഴുതേണ്ടി വരുമെന്ന് തരൂർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ട്രംപിന്റെ വിദേശ നയം ലോകത്തെ വലിയൊരു യുദ്ധത്തിലേക്കാണോ അതോ സാമ്പത്തിക തകർച്ചയിലേക്കാണോ നയിക്കുന്നത് എന്ന് കണ്ടറിയണം. അമേരിക്കയിലെ മിഡ് ടേം തെരഞ്ഞെടുപ്പുകൾ ട്രംപിന് ഒരു കനത്ത തിരിച്ചടിയാകുമോ എന്ന് ലോകം കാത്തിരിക്കുകയാണ്. അധികാരവും ശക്തിയും ഉപയോഗിച്ച് ലോകത്തെ നിയന്ത്രിക്കാൻ കഴിയില്ലെന്നും മറിച്ച് ചർച്ചകളിലൂടെയും സഹകരണത്തിലൂടെയും മാത്രമേ സമാധാനം കൊണ്ടുവരാൻ കഴിയൂ എന്നുമുള്ള കോൺഗ്രസിന്റെ നിലപാടാണ് ശശി തരൂരിന്റെ വാക്കുകളിലും പ്രതിഫലിക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ അന്തസ് ഉയർത്തിപ്പിടിക്കാൻ നയതന്ത്രപരമായ വിവേകം അനിവാര്യമായ ഒരു കാലഘട്ടമാണിത്. എന്തായാലും ശശി തരൂർ നൽകുന്ന ഈ മുന്നറിയിപ്പുകൾ ലോകരാഷ്ട്രീയത്തിലെ വരാനിരിക്കുന്ന കൊടുങ്കാറ്റുകളുടെ സൂചനയാണ് എന്ന് മാത്രം പറയട്ടെ.